തുടർച്ചയായി സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു മിടുമിടുക്കിയാണ്. ഇരിക്കുന്ന ട്രോഫീസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഒന്നല്ല, ഒരുപാട് ഐറ്റംസിലാണ് പങ്കെടുത്തിട്ടുള്ളത്, സമ്മാനം വാങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് കുട്ടി തന്നെ പറയട്ടെ. ശ്രീനന്ദ, ഹലോ, ഏതൊക്കെ ഐറ്റംസിലാണ് നമുക്ക് ഇപ്രാവശ്യം പങ്കെടുത്തിട്ടുള്ളത്? ഇന്നലെ 2 ഐറ്റം ഉണ്ടായിരുന്നു. പദ്യം കന്നഡയും കവിതാരചന സംസ്കൃതവും. അതിൽ രണ്ടിലും ഫസ്റ്റ് ഉണ്ട്. ഇന്ന് പദ്യം സംസ്കൃതം ഉണ്ടായി, അതിലിപ്പോൾ സെക്കൻഡ്. കന്നഡയും സംസ്കൃതവുമാണ് നമ്മുടെ ഭാഷകൾ. എന്നാൽ അതിൽ തീരുന്നില്ല, നാളെ ഉണ്ടൊരു ഐറ്റം. അതേതാ? നാടൻ പാട്ട്. അപ്പം സംസ്കൃതം കവിതാരചന, പദ്യം ചൊല്ലൽ, പിന്നെ കന്നഡ റെസിറ്റേഷൻ, നാളെ നാടൻ പാട്ടും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കിട്ടിയ സമ്മാനങ്ങളാണ് കയ്യിലിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഏത് സ്കൂളിലാണ് ശ്രീനന്ദ പഠിക്കണേ? മതിലകം സെൻറ്റ് ജോസഫ് HSS. സംസ്കൃതവും കന്നഡയും മലയാളവും എല്ലാ ഭാഷയും ഉണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് അത് എല്ലാ ഭാഷയിലും എത്തിപ്പെട്ടത്? 8ാം ക്ലാസ് വരെ കാസർഗോഡായിരുന്നു. സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അത് കന്നഡ മീഡിയം സ്കൂളാണ്. അപ്പോൾ കന്നഡ അപ്പോൾ തൊട്ടേ അറിയാം. പിന്നെ സംസ്കൃതം, അച്ഛൻ സംസ്കൃതം മാഷാണ്. അപ്പോൾ അതിൻ്റേത് മലയാളം പിന്നെ സ്വാഭാവിക. ഇതിൽ ഈ 3 ഭാഷയുടെ കാര്യം പറഞ്ഞു. ഏത് ഭാഷ കൂടുതൽ ഇഷ്ടം? കന്നഡ. അപ്പോൾ കന്നഡ റെസിറ്റേഷനാണ് ഇന്ന് കഴിഞ്ഞത് അല്ലേ? അതിൽ പാടിയ പാട്ട് നമുക്കൊന്ന് പാടിത്തരുമോ കുറച്ച്? ಕುಮಾರವ್ಯಾಸನ ಕರ್ನಾಟ ಭಾರತ ಕಥಾಮಂಜರಿಯಿಂದ ಆಯ್ದ ದ್ರೌಪದಿ ವಸ್ತ್ರಾಭರಣದ ಕೆಲವು ಹಾಡುಗಳನ್ನು ಹಾಡಲಿರುವೆನು. ಕೇಳು ಜನಮೇ ಜಯ ಧರಿತ್ರಿ ಪಾಲ, ವಿದುರನ ಮಾತ ಮುರಿದು ನೃಪಾಲನೆಚ್ಚರಿಸಿದನು, ಕಾಣು ಸನ್ನೆಯಲ್ಲಿ ಸೌಬಲನ. 7 ಧರ್ಮಜ ಸೋತೆಲ ನಿನ್ನಾಳು ಕುದುರೆಯ ನಿನ್ನು ಸಾಕು ದಯಾಳುವಲ್ಲ, ಸುಯೋಧನನು ಧನವಿಲ್ಲ ನಿನಗೆಂದ. നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. കന്നഡ അറിയില്ലെങ്കിലും നല്ല രസമുണ്ട്. പിന്നെ സംസ്കൃതം പദ്യം ചൊല്ലലുണ്ടായിരുന്നു, കവിതാരചന ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്കൃതം പദ്യം കൂടെ ഒന്ന് കേൾക്കാം അല്ലേ? कविकुलगुरु महाकवि कालिदासेन विरचितात् मेघसन्देशात् उद्धृताः केचन श्लोकाः अहमत्र आलपामि. कश्चित् कान्ता विरहगुरुणा स्वाधिकारात् प्रमत्तः, शापेनास्तङ्गमितमहिमा वर्षभोग्येण भर्तुः. यक्षश्चक्रे जनकतनया स्नानपुण्योदकेषु स्निग्धच्छाया तरुषु वसतिं रामगिर्याश्रमेषु. ഇനി നാടൻപാട്ട് ഞാൻ പാടാൻ പറയുന്നില്ല, അത് നാളത്തെ മത്സരമാണല്ലോ. അപ്പോൾ അതിലും ഇതുപോലെ നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടി നമ്മൾ സ്റ്റേറ്റ് ലെവലിനെ നമുക്ക് തൃശ്ശൂർ ജില്ലയെ റെപ്രസെൻറ്റ് ചെയ്ത് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്തവണ ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളിവിടെ മത്സരങ്ങൾ അല്ലേ, 3 മത്സരങ്ങളിൽ നമ്മൾ ജില്ലയിൽ എത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായിട്ടാണ് നടന്നത്. ഇനി സ്റ്റേറ്റ് ലെവലിൽ പോകുമ്പോൾ ഇത്രയും മത്സരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്, കാരണം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ എന്തായാലും ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് ടു ആണ്. നമ്മുടെ കലോത്സവ ജീവിതം ഈ ഒരു വർഷത്തോടു കൂടി അവസാനിക്കും കൂടിയാണ്. അപ്പോൾ ഇത്രയും വർഷം 4 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി സ്റ്റേറ്റ് ലെവലിൽ തൃശ്ശൂർ ജില്ലയെ റെപ്രസെൻറ്റ് ചെയ്ത് പല മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നുണ്ടല്ലോ. ആ കലോത്സവ അനുഭവങ്ങളും കൂടെ പറയുമെന്ന്. 9ാം ക്ലാസ്സിലാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവായിട്ട് പോയി തുടങ്ങിയത്. 9ാം ക്ലാസ്സിൽ ഞാൻ സബ് ജില്ലയിൽ 9 ഇനങ്ങളിൽ പങ്കെടുത്തു. അതിൽ 6 ജില്ലയിൽ പങ്കെടുക്കാൻ പറ്റി. 10ാം ക്ലാസ് ആയപ്പോഴേക്കും 10 അപ്പോൾ ഒരു ഐറ്റം കൂടി 10 ഐറ്റം പങ്കെടുത്തു. സബ് ജില്ലയിൽ 10ലും ഫസ്റ്റ് കിട്ടി, ജില്ലയിൽ വന്നു. അവിടെ നിന്ന് 2 സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പറ്റി. അങ്ങനെ എല്ലാ വർഷവും സ്റ്റേറ്റിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കൊച്ചു മിടുക്കി എന്ന് പറഞ്ഞത് വെറുതെ അല്ല, മിടുമിടുക്കി തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ നമ്മുടെ കലോത്സവത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഈ വർഷം കൊണ്ട് തീരുകയാണെങ്കിലും ഈ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ. പല കാറ്റഗറിയിൽ പങ്കെടുത്തിട്ട് കുറച്ച് കൂടുതൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. സാധാരണ കുട്ടികൾ ഇത്രയും ഐറ്റംസ് പങ്കെടുക്കൽ അത്ര ഈസി അല്ല. ഒരാൾക്ക് മാക്സിമം 10 ഐറ്റത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ 10 പങ്കെടുത്തൊരു കുട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ശ്രീനന്ദയ്ക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനിയിപ്പോൾ സ്കൂൾ ജീവിതം കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് മത്സരവേദികൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെയും ഇതുപോലെ നല്ല വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.